ഒക്കൽ ആൻഡോപുരം സെന്റ് ആന്റണീസ് പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനെ ചൊല്ലി തർക്കം. കല്ലറയെ ചൊല്ലിയാണ് തർക്കം നടന്നത്. തർക്കത്തെ തുടർന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാണ് മൃതദേഹം സംസ്കരിച്ചത്. ഒക്കൽ ആൻഡോപുരം സെന്റ് ആന്റണീസ് പള്ളിയിലാണ് മൃതദേഹം സംസ്കരിക്കുന്നതിനെ ചൊല്ലി തർക്കം നടന്നത്. തിങ്കളാഴ്ച രാവിലെ 9:30 ഇടവകയിൽ മരിച്ച സ്ത്രീയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ബന്ധുക്കൾ മൃതദേഹവുമായി പള്ളിയിലെത്തിയത്. എന്നാൽ സെമിത്തേരിയിൽ കല്ലറയെ ചൊല്ലി തർക്കം ഉടലെടുക്കുകയായിരുന്നു. ഇത് സംഘർഷത്തിന് വരെ കാരണമായി. ഒരു വിഭാഗം ഇടവകാംഗങ്ങളും വികാരിയച്ഛനും തമ്മിലായിരുന്നു തർക്കം. സാധാരണ പള്ളിയിൽ മുൻഗണന അനുസരിച്ചാണ് സംസ്കാരത്തിന് കല്ലറ തുറക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വിപരീതമായി കല്ലറ തുറന്നതാണ് സംഘർഷത്തിനിടയാക്കിയത്. ൽ മരിച്ച വ്യക്തിയുടെ കല്ലറ തുറക്കുന്നതിന് പകരം 2009 മരിച്ചയാളുടെ കല്ലറയാണ് തുറന്നത്. 2008 മരിച്ചയാളുടെ കുടുംബക്കാർ ആ കല്ലറ കുടുംബക്കല്ലറയാക്കുന്നതിന് പള്ളിയിൽ പണം അടച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ആ കല്ലറ സംസ്കാരത്തിനായി തുറന്നു നൽകാനാവില്ല നിലപാടിലുമായിരുന്നു പള്ളി വികാരി. ഇതിനെതിരെയാണ് ഇടവകാംഗങ്ങൾ രംഗത്ത് വന്നത്. പള്ളിക്കമ്മിറ്റിയിൽ ഇത്തരമൊരു ചർച്ച എത്തിയിട്ടില്ലെന്നാണ് ഇടവകാംഗങ്ങൾ പറയുന്നത്. 2008 മരിച്ചയാളുടെ കല്ലറയിൽ തന്നെ മൃതദേഹം അടക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സംസ്കാര ശുശ്രൂഷയ്ക്കെത്തിയ വികാരിയച്ഛനെ തടയുകയും ചെയ്തു. അടുത്ത മരണം നടക്കുമ്പോൾ ഇത് കൊല്ലറയായിട്ട് ഇടവകയിൽ ബിഷപ്പ് ഹൗസിൽ തീരുമാനം എന്നില്ലെങ്കിൽ ഈ അതാണ് തീരുമാനം. CI സജി മാർക്കോസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് സെമിത്തേരിയിലുണ്ടായിരുന്നത്. അതിരൂപതയുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് സംഘർഷത്തിന് അയവ് വന്നത്. നിലവിലുള്ള ഒരു സെമിത്തേരി രീതി അനുസരിച്ച് 1 by 1 ആയിട്ടാണ് സെമിത്തേരി ഇവിടെ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി 1-2 വ്യക്തിക്ക് വേണ്ടി ഇവിടുത്തെ വികാരിയച്ഛനും കൂട്ടുനിന്നുകൊണ്ട് നിലവിൽ ഉള്ള രീതികളെ മറികടന്ന് തൊട്ടടുത്ത കുഴി തുറന്ന് അതിലേക്ക് ബോഡി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മോളിൽ നിന്നും പിതാക്കന്മാർ പറഞ്ഞുകൊണ്ടാണ് നമ്മളത് അനുസരിച്ചത്. ഒപ്പം തന്നെ ഇവിടെ ഒരുപാട് പോലീസുകാർ അവർ 4 പേരോട് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അവരെ മാനിച്ചല്ല ഞങ്ങൾ ചെയ്തത്, പിതാക്കന്മാരെ മാനിച്ച് മാത്രം അതോട് മുന്നോട്ട് പോകുന്നു എന്ന് കരുതി ഈ സെമിത്തേരിയിൽ ആർക്കും വ്യക്തിഗത കല്ലറ കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇപ്പോൾ പിതാക്കന്മാരെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തത്. അവർ പറഞ്ഞിട്ടുണ്ട് ഇതൊരിക്കലും പൊതു കല്ലറ തന്നെയായിട്ടൊക്കെ എടുക്കുകയുള്ളൂ, വ്യക്തിഗത കല്ലറയാക്കാൻ ഞങ്ങളിവിടുന്ന് അനുമതി കൊടുക്കില്ല. നിലവിൽ കല്ലറയുടെ പുറകിൽ സെമിത്തേരിയുടെ പുറകിൽ വീണ്ടും കല്ലറ എടുക്കുന്നുണ്ട്. ആ കല്ലറ എടുക്കുന്നതിന് യാതൊരുവിധ അനുമതിയും അവിടുന്ന് കൊടുക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും സമാധാനപരമായിട്ട് എല്ലാവരും ഇവിടുന്ന് പിരിയുകയാണ്. മണിക്കൂറുകൾക്ക് ശേഷമാണ് മൃതദേഹം സംസ്കരിച്ചതും.